അടുത്ത ശ്രദ്ധിക്കുക 8bയിലെ 9th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് a if x minus a is a factor of x cube minus ax square plus x plus 2. നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതൊക്കെ. സോ നമുക്ക് ആദ്യമായിട്ട് എന്ത് എഴുതാം? f of x എടുത്തെഴുതാം. f of x is equal to x cube minus ax square plus x plus 2. ഓക്കെ, സോ അതിന്റെ ഫാക്ടർ ആണ് എന്തോന്ന്? x minus a. ഓക്കെ അല്ലേ? സോ അപ്പൊ നമുക്ക് അറിയാം, if we divide f of x by x minus a, ഫാക്ടർ ആണല്ലോ, then റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ അല്ലേ? കാരണം എന്താ? എഫ് ഓഫ് എക്സിന്റെ ഫാക്ടർ ആണ് എക്സ് മൈനസ് എ. സോ എഫ് ഓഫ് എക്സിനെ എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. അവർ പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ എന്നാണ്. സോ ഇത്രയും ഓക്കെ ആണ്. നമുക്കിനി ബൈ റിമൈൻഡർ തിയറം അനുസരിച്ച് നമുക്ക് റിമൈൻഡർ കണ്ടുപിടിച്ചൂടെ? സോ അപ്പൊ അതെങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? എക്സ് മൈനസ് എ ഉണ്ടാകും. അപ്പൊ ഇസിക്കൽ ടു 0. എക്സ് ഇസിക്കൽ ടു എന്ത് വരും? എ. Therefore റിമൈൻഡർ ഇസിക്കൽ ടു എഫ് ഓഫ് എ ആയിരിക്കും. ഓക്കെ, സോ എഫ് ഓഫ് എ എന്തായിരിക്കും? നോക്കേ, എ ക്യൂബ് മൈനസ് എ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എ ക്യൂബ്. ഇതെന്ത് വരും? മൈനസ് എ ക്യൂബ് പ്ലസ് എ പ്ലസ് 2 ദാറ്റ് മീൻസ് എ പ്ലസ് 2 എന്ന് വരും. ഓക്കെ, എഫ് ഓഫ് എ ആണ് എ പ്ലസ് 2. നമുക്കറിയാം റിമൈൻഡർ എന്താണ്? 0 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പം ഈ റിമൈൻഡർ തിയറം അനുസരിച്ചുള്ള റിമൈൻഡർ എഫ് ഓഫ് എ ഓൾറെഡി നമുക്ക് അറിയാം എന്തോന്ന്? റിമൈൻഡർ 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ഇടാം. സോ എ പ്ലസ് 2 ഇസിക്കൽ 0, എ ഇസിക്കൽ ടു എത്ര? മൈനസ് 2. ഓക്കെ, ഇത് വളരെ സിമ്പിൾ അല്ലേ? നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. അതായത് ഇത്രേ ഉള്ളൂ. ഈ ഒരു പോളിനോമിയൽ ഫംഗ്ഷന്റെ ഫാക്ടർ ആണ് എക്സ് മൈനസ് എ. സോ ഈ ഒരു ഫംഗ്ഷന്റെ ഫാക്ടർ ആണ് എക്സ് മൈനസ് എങ്കിൽ നമുക്ക് റിമൈൻഡർ 0 നേരത്തെ എഴുതി വെക്കാം. റിമൈൻഡർ തിയറം അനുസരിച്ച് ഒരു പോളിനോമിയൽ ഫംഗ്ഷനെ എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആദ്യം എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ കിട്ടുന്ന എക്സിന്റെ വാല്യൂ എടുത്തിട്ട് കൊടുക്കുക. എക്സിന്റെ വാല്യൂ എ. Therefore എഫ് ഓഫ് എ ആണ് റിമൈൻഡർ. ഫോർ എക്സാമ്പിൾ എക്സിന്റെ വാല്യൂ ഒരു 5 ആണ് കിട്ടിയെങ്കിൽ എഫ് ഓഫ് 5 ആയിരിക്കും എന്തോന്ന്? റിമൈൻഡർ. സോ ഇപ്പൊ ഇവിടെ എഫ് ഓഫ് എ ആണ് റിമൈൻഡർ. എഫ് ഓഫ് എ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എക്സിന് വരെ എ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എ പ്ലസ് 2 എന്ന് കിട്ടും. സോ ഇതാണ് എന്ത്? റിമൈൻഡർ എന്ന് പറയുന്നത്. എഫ് ഓഫ് 2, എഫ് ഓഫ് എ. സോ അപ്പൊ എഫ് ഓഫ് എ അല്ലെങ്കിൽ റിമൈൻഡർ 0 ആണെന്ന് ഓൾറെഡി നമുക്കറിയാം. അങ്ങനെ 0 ഇട്ട് കൊടുത്തു. എയുടെ വാല്യൂ എത്ര കിട്ടി? മൈനസ് 2. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കേ, അടുത്തത് 10th ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ നമ്പർ ദാറ്റ് മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം ദ പോളിനോമിയൽ 3y ക്യൂബ് പ്ലസ് y സ്ക്വയർ മൈനസ് 22y പ്ലസ് 15 സോ ദാറ്റ് ദ റിസൾട്ടിംഗ് പോളിനോമിയൽ ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ y പ്ലസ് 3. സോ അപ്പൊ അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. ഈ പോളിനോമിയൽ നിന്ന് എന്തോ ഒരു വാല്യൂ കുറച്ച് കഴിയുമ്പോൾ അതെന്തുമായിരിക്കും? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ y പ്ലസ് 3 ആയിരിക്കും. സോ അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ലെറ്റ് കെ ബി സബ്ട്രാക്റ്റഡ് ഫ്രം 3y ക്യൂബ് പ്ലസ് y സ്ക്വയർ മൈനസ് 22y പ്ലസ് 15. Therefore റിസൾട്ടിംഗ് പോളിനോമിയൽ എന്ത് വരും? റിസൾട്ടിംഗ് പോളിനോമിയൽ ഫംഗ്ഷൻ എന്ത് വരും? 3y ക്യൂബ് പ്ലസ് y സ്ക്വയർ മൈനസ് 22y പ്ലസ് 15 മൈനസ് k എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്ത് കുറച്ചു? k കുറച്ചു. ഓക്കെ, സോ അപ്പൊ ഇതിനെ ഞാൻ എഫ് ഓഫ് y എന്ന് വിളിക്കുവാണ്. ഓക്കെ, ഇതാണ് റിസൾട്ടിംഗ് എന്ത്? പോളിനോമിയൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. സോ അപ്പം നമ്മൾക്ക് പറഞ്ഞേക്കുന്നത് ഇതിൽ നിന്ന് എന്ത് കുറച്ചാൽ ഇതിനെ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ y പ്ലസ് 3 ആണെന്നാണ്. സോ നമ്മൾ എന്ത് കുറച്ചു? k ആണ് കുറച്ചത്. സോ ലെറ്റ് k ബി സബ്ട്രാക്റ്റഡ് ഫ്രം ദ ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇത് എന്താണ്? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ. കുറച്ച് കഴിഞ്ഞു k. സോ അപ്പൊ ഇനി ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ y പ്ലസ് 3. Therefore f of y ഈസ് നമുക്ക് എന്ത് പറയാം? ഡിവിസിബിൾ ബൈ y പ്ലസ് 3 ആണ്. ഓക്കെ ആണല്ലോ? Therefore ഇവിടെ if we divide f of y by y plus 3 റിമൈൻഡർ എന്തുമായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ അല്ലേ? കാരണം എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ y പ്ലസ് 3. അപ്പം ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വരണം? 0 വരണം. ഓക്കെ, സോ അപ്പൊ നമുക്ക് റിമൈൻഡർ തിയറം അനുസരിച്ച് നോക്കേ. ബൈ റിമൈൻഡർ തിയറം അനുസരിച്ച്
y പ്ലസ് 3 എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനെ 0 ഇക്വേറ്റ് ചെയ്യുക. y is equal to എത്രയാണ്? -3. Therefore f of -3 is the എന്താണ്? റിമൈൻഡർ തിയറം അനുസരിച്ചാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? റിമൈൻഡർ തിയറം അനുസരിച്ച് കണ്ടുപിടിച്ച് നോക്കാം. സോ എഫ് ഓഫ് -3 ആണ് റിമൈൻഡർ തിയറം അനുസരിച്ചുള്ള റിമൈൻഡർ. എഫ് ഓഫ് -3 is equal to 3 into -3 ന്റെ ക്യൂബ് പ്ലസ് -3 ന്റെ സ്ക്വയർ മൈനസ് 22 into -3 പ്ലസ് 15 മൈനസ് k. ഓക്കെ, സോ ഇതിനെ 0 നിക്കേറ്റ് കൊടുക്കാം. കാര്യം റിമൈൻഡർ 0 ആണെന്ന് നമുക്ക് അറിയാം. സോ ഇതിനെ എന്ത് ഇട്ട് കൊടുക്കാം? 0. ഓക്കെ, എഫ് ഓഫ് -3 റിമൈൻഡർ ആണ്. റിമൈൻഡർ ഓൾറെഡി എന്താണ്? 0 ആണെന്ന് നമുക്കറിയാം. സോ അപ്പൊ ഇവിടെ എന്ത് വരും? -3 യുടെ ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്ക് 27 -27 into 3 എന്ത് വരും? -81. 3 സ്ക്വയർ എന്ത് വരും? 9 വരും. ഓക്കെ അല്ലേ? 22 into മൈനസ് കൂടെ പ്ലസ് ആവും. 22 into 3 ആവുമ്പോൾ എത്ര വരും? 66 പ്ലസ് 15 മൈനസ് k is equal to 0. പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കേ. -81 പ്ലസ് 90 മൈനസ് k is equal to 0. ഓക്കെ അല്ലേ? സോ അപ്പൊ നോക്കേ, 9 മൈനസ് k is equal to 0. 9 is equal to k അല്ലെങ്കിൽ k is equal to 9. സോ അപ്പൊ കെയുടെ വാല്യൂ എത്ര? 9. അപ്പൊ k സബ്ട്രാക്ട് ചെയ്താൽ മാത്രമേ ഈ പോളിനോമിയലിനെ y+3 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആകത്തുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒറ്റ കേസ് മാത്രമേ ഉള്ളൂ. വാട്ട് മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് എന്നോ വാട്ട് മസ്റ്റ് ബി ആഡഡ് എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് k എന്നുള്ള വാല്യൂ ആഡ് ചെയ്യണം അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. ഇത് ഓൾറെഡി നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഈ ടൈപ്പ് അല്ല. അതിനുശേഷം കംപ്ലീറ്റ്ലി ഡിവിസിബിൾ എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ ആലോചിച്ചോണം അത് എന്താണ്? ഫാക്ടർ ആണ്. ഓക്കെ, സോ നോക്കേ, റിസൾട്ടിംഗ് പോളിനോമിയൽ f of y is divisible by ഈ f of y എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. k സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പോളിനോമിയൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ y+3. ദാറ്റ് മീൻസ് y+3 അവിടെ എന്തോ ആണ്? ഫാക്ടർ ആണ്. വേണമെങ്കിൽ അത് എഴുതി വെക്കാം. y+3 is the factor. Therefore റിമൈൻഡർ എന്താണ്? 0. If we divide f of y divided by y+3, remainder is 0. Okay, because y+3 എന്താണ്? ഫാക്ടർ ആണ്. അങ്ങനെ നമുക്ക് റിമൈൻഡർ തിയറം അനുസരിച്ചുള്ള റിമൈൻഡർ f of -3 ആണ്. സോ അപ്പൊ f of -3 is equal to നമ്മൾ എന്തിട്ട് കൊടുക്കണം? 0 എന്ന് ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? k യുടെ വാല്യൂ കിട്ടും. ഓക്കെ ആണല്ലോ? അടുത്ത പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 8C എക്സസൈസ് ആയിരിക്കും. 8C എക്സസൈസിൽ കൂടുതലായിട്ടും ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, സോ അപ്പം 8A യും 8B യും നന്നായിട്ട് പഠിക്കുക.